ഹലോ ഗൈസ്, ഇതെൻ്റെ ഹോസ്റ്റലിലെ ഫസ്റ്റ് മോർണിംഗ് ആണ്. മീൻസ് ഞാൻ എന്നായിരുന്നു ഇന്നലെ ഇന്നലെയാണോ മിനിഞ്ഞാന്നോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങോട്ട് മാറി ഹോസ്റ്റലിലോട്ട്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് മോർണിംഗ് ആണ്. ഞാൻ രാത്രി എഴുന്നേറ്റ് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ച് ഇനി കുളിച്ച് റെഡി ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. തപ്പി പറക്കിക്കൊണ്ട് വന്നത് ഇത് എവിടെ വെച്ചതെന്ന് ഓർക്കുന്നില്ലായിരുന്നു. അപ്പോൾ കുളിച്ച് റെഡിയായി നമ്മൾ കോളേജിൽ പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നും ചെയ്തിട്ടില്ല, കണ്ണൊന്ന് എഴുതി നോക്കിയതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനുണ്ടോ ഇതുപോലെ ഒരു സൈഡ് വലുതായിട്ടും ഒരു സൈഡ് ചെറുതായിട്ടും വരുന്ന ഒരു 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 അസുഖം? ഈ ഐലൈനർ എഴുതുമ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ടിനെ ഇവിടെ മെൻഷൻ ചെയ്തോ കേട്ടോ. ഞാൻ ഇന്ന് സാറയുടെ ഒരു ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് എന്ന് പറയാം, അങ്ങനെ ഒരു ഡ്രസ്സാണ് ഇന്ന് ഞാൻ പെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇപ്പോൾ വരാം. ഇതൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര ഏതാണ്ട് പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നല്ലേ? വെറുതെയോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുന്നു, കുറച്ച് കഴിയുമ്പം ഇറങ്ങാൻ നേരം വേണമെങ്കിൽ ഇച്ചിരി ടാൽക്കം പൗഡർ ഇടും. ഇതാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ ഒരു ഇച്ചിരി ലിപ്സ്റ്റിക്ക്, ഷെയ്ഡ് കാണാൻ പോവല്ലോ. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഡ്രസ്സ് കാണണ്ടേ? വാ, ഔട്ട്ഫിറ്റ് കാണാം. ഫുൾ സ്ലീവാണേ. ഇത് ഞാൻ മടക്കി വെച്ചിരിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ ഇതിൽ വരെ ഫുള്ളായിട്ട് കിടക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്താ മടക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഷർട്ട്. ഇതിൻ്റെ അകത്തിടാനായിട്ട് ഞാൻ തന്നെ വാങ്ങിയതാണിത്. ഇത് സെപ്പറേറ്റ് വാങ്ങിയതാട്ടോ. ഈ അകത്തിട്ടേക്കുന്ന ഈ സാധനം അതിനെന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഈ കിടന്ന് ബബബ അടിക്കുന്നത്, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ പല്ലാസോയും ഞാൻ വേറെ എവിടെന്നോ വാങ്ങിയതാണ്. ഈ ഷർട്ട് മാത്രമേ ഉള്ളൂ സാറയുടേത്. സാറയുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ്. ഇതെൻ്റെ ഷർട്ട് തന്നെയാണ്. ഓക്കെ. അതെ, എന്തായാലും ക്രീമൊക്കെ ഇട്ടു, സുന്ദരിയായി. പൗഡർ ഇടണം, അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഫ്രാഗ്രൻസ് കൂടെ വേണ്ടേ നമ്മളെ കഴിയുമ്പോൾ. അയ്യേ, ഈ കൊച്ചെന്താ പോകുമ്പോൾ വേർപ്പ് മണക്കുന്നതെന്ന് പറയത്തില്ലേ ഇല്ലെങ്കിൽ? സോ പെർഫ്യൂം ഓഫ് കോഴ്സ് വേണമല്ലോ. ഞാൻ എന്താ ഈ അടപ്പ് വെക്കട്ടെ. അതാ ഇതാണ്, ഈ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. സിഗ്നേച്ചറിൻ്റെ വായിച്ചെടുത്തോട്ടോ. ഞാനിത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കത് കൺഫ്യൂഷനാവും. ഞാൻ കാണിച്ചു തരാവേ, കാണാമോ? ഇതാണ് എൻ്റെ പെർഫ്യൂം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മണമാണ്. ഇനി നമ്മൾ കോളേജിൽ പോവാണ് കേട്ടോ. ഞാൻ ഈ വായും പൊളിച്ച് പോകുന്ന എന്നത്തിനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇന്ന് ഒരു ഒബ്സർവേഷൻ ഡേ ഉണ്ട്. അതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. കോർഡിനേറ്റേഴ്സൊക്കെ ഉണ്ടെന്നാലും നമ്മൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ചെയ്ത കൊളാഷാട്ടോ പുറകെ കാണുന്നത്. ഈ പേപ്പർ വർക്കൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തതാണ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കോമ്പയറിങ് ഞാനായിരുന്നു. അതാ ഡയറിയൊക്കെ കൈ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.